ആദ്യം നമുക്ക് കണവ കണ്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണവയുടെ തലയിൽ ഉള്ളിലായിട്ട് തണ്ട് ഒരു പൂ പോലെ ഉണ്ടോ, ഇവിടെ പൂ പോലെ ഉണ്ട് ഷേപ്പ്. അപ്പോൾ അതിന് നടുക്കായിട്ടാണ് അതിൻ്റെ വാ വരുന്നത്. അപ്പോൾ ആ വായുടെ അടുത്തുനിന്ന് നാക്ക് ഒക്കെ വരുന്ന ആ ഒരു ഉണ്ട പോലെ വരും. അത് നമുക്ക് കണ്ടം പൂച്ച പാത്രം വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ മോളാണ് കേട്ടോ. ഒരു ഉണ്ട പോലെ ഉണ്ട്. ഇത് ഫസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാം. അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇതാണ് കണവ തല. അപ്പോൾ ഇതിന് മുകളിലായിട്ട് അതിൻ്റെ ഒരു ചുമന്ന നിറത്തിലുള്ള ഇത് കണ്ടോ, തൊലി കണ്ടോ. അപ്പോൾ നമ്മളത് എല്ലാം ഇളകി കളയണം. അതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ പോരാന്നേ ഉള്ളേ, ഈസിയാണ്. കണ്ടോ, സാധാരണ ഞങ്ങൾ തോരനാണ് വെക്കാറുള്ളത്, ഞാൻ കറിയാക്കിയാണ്. അപ്പോൾ തോരൻ വെച്ച കുട്ടികൾക്കൊക്കെ തിന്നാൻ ഭയങ്കര പ്രയാസമാണ്. പ്രയാസം എന്ന് വെച്ചാൽ ചവ കൊള്ളൂല കേട്ടോ, ചവയ്ക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊക്കെ കുഴപ്പമില്ല, ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ ഇരിക്കത്തില്ലേ. അപ്പം ഒത്തിരി കട്ട് ചെയ്യുമ്പോൾ അവർക്ക് പാടാണ്, തലയെല്ലാം പോടല്ലേ. അപ്പം അതുകൊണ്ടാണ് പാടെന്ന് പറഞ്ഞത്. തല നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാം. ശേഷം ഇതിൽ കണ്ട് ഇങ്ങനെ ഒരു മുള്ള് പോലെ വടി പോലെ ഒറ്റയ്ക്ക് ഒരു മുള്ളേ ഉള്ളതുണ്ട്, അത് ഊരിയെടുക്കാം. ഊരിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതുവഴി ഇങ്ങനെ കീറി കൊടുക്കാം. ഇതിൽ മഷി എടുത്ത് കളയണം കേട്ടോ, കറുത്തിരിക്കും. അതാണ് അടിക്കും, അപ്പോൾ അത് കളയണം. എൻ്റെ മോൻ്റെ സമയത്താണെങ്കിൽ ഞാനിങ്ങനെ പിരുവ് എഴുതുവേ. അപ്പോൾ പിരുവ് ഇങ്ങനെ എഴുതുമ്പോൾ നല്ല കട്ടിക്കാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ള മാമിയൊക്കെ ചോദിക്കും, നിൻ്റെ അമ്മ എന്ത് ഇങ്ങനെ പിരുവൊക്കെ എഴുതി, അവിടെ കണവയായിരുന്നു എന്ന് ചോദിക്കും. എനിക്ക് കണവ കാണുമ്പം അതാണ് ഓർമ്മ വരുന്നത്. മാമി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ റിലേറ്റീവ് അല്ല കേട്ടോ. ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് എല്ലാവരെയും മാമി എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ടൈം എനിക്ക് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ബന്ധുക്കളായിരിക്കുമെന്ന് കരുതി കേട്ടോ. പിന്നെയാണ് അറിഞ്ഞത് ബന്ധുക്കളല്ല, നമ്മൾ ചേച്ചി എന്നൊക്കെ വിളിക്കാറില്ലേ, അതേപോലെ മാമി എന്നാണ് എല്ലാവരെയും വിളിക്കുന്നത്. ഒരു പ്രായത്തിനനുസരിച്ചാണ്. ചേച്ചിന്ന് വിളിക്കുന്നവരെ ചേച്ചിന്ന് വിളിക്കാം, അല്ലാത്തവരെ മാമിന്ന് വിളിക്കാം. തലയിലാണ് ഈ കറുത്ത്, ഇത് നമ്മുടെ കയ്യിൽ തട്ടിയ തന്നെ കറുകറാന്നിരിക്കും, വെള്ളം പോലും കറുത്ത് പോകും, ആ രീതിയിലാണ്. ഈ കറുത്തിരിക്കുന്നത് കളഞ്ഞിട്ട് ഒരു വെള്ള സാധനമുണ്ട്, തൊണ്ട അടപ്പ്, സൗണ്ടിനൊരു ഇതുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ എടുക്കും. പിന്നെ തലയും അതേപോലെ ഇവിടെ കറിയിൽ ഉപയോഗിക്കും. നമ്മുടെ അവിടെ വീട്ടിലാണെങ്കിൽ ഈ തലയൊന്നും ഉപയോഗിക്കാറില്ല, കളയത്തേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ ആണെങ്കിൽ തല ഉപയോഗിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാനും ഇവിടെ തല എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കണവ, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല വെള്ള കളറിൽ കണ്ട. നമ്മളിന്ന് കറിക്കായിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാനാണെങ്കിൽ ഇതിങ്ങനെ മുറിച്ചാണ് എടുക്കുന്നത്. ഇങ്ങനെ ഓരോ ചെറിയ പീസായിട്ട്, ഒരുപാട് തീരെ ചെറിയ പീസല്ല, എന്നാലും ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ കണവയെല്ലാം തന്നെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനിവിടെ ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കണവ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കറി വെക്കുന്നത്. കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മത്തി വാങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ ഒരു 2 കണവ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കറിയിലിട്ട് ഇങ്ങനെ തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് കറി വെച്ചാൽ എന്താണെന്നുള്ളൊരു ആലോചനയിലായിരുന്നു അങ്ങനെ കണവ വാങ്ങിയത്. പൊതുവേ ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് തോരത്തിനാണ് എടുക്കാറുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ട്, നമുക്ക് കണവ കറി വെച്ച് നോക്കാം. അതിന് വേണ്ടി ഞാൻ നെത്തോലിക്കെടുക്കും പോലെ തന്നെ മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിന് നമ്മൾ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, പുളി, കൊച്ചുള്ളി, ഇത് ഇത്രയും കൂടെയാണ് എടുത്തേക്കുന്നത്. നമുക്കൊന്ന് അരച്ചുകൊണ്ടുവരാം. അരച്ച് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെക്കാം.
അതിലേക്ക് നമുക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക്, കറിവേപ്പില ഇത് ഇത്രയും തട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അതോടൊപ്പം ഈ ജാറ് കഴുകിയ വെള്ളവും കൂടെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. ഇപ്പം നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കണവ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓണാക്കിയും കൂടെ കൊടുക്കണേ. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഞാൻ അടപ്പുപാത്രം അടയ്ക്കുന്നോള്. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടപ്പുപാത്രം അടച്ചു വെക്കാം. കണവ ഞാനിവിടെ വാരിയിടുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒരു ലൈക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞാനിവിടെ കണവയെല്ലാം തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എൻ്റെ കറി ഒന്ന് തിളക്കട്ടെ. കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.